പടച്ചവനെ യുദ്ധത്തിനൊരു നാട്ടിലൂടെ കടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ. പെങ്ങളെ, നിനക്കൊക്കെ പഠിക്കാനുള്ള ചരിത്രമാണ്. അതാ തുലിവെളുത്ത ഒരുത്തനെ കാണുമ്പോ അള്ളാന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ, ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന പെണ്ണുങ്ങള്, ആ പെൺകുട്ടികളെ വളച്ചിട്ട് വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, പാടാ മോനെ, പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ, യുദ്ധത്തിന് കടന്നു പോകുന്ന വഴിയിലാണ് അതാ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാ. ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം ആ പെണ്ണിനോട് പറയാൻ തീരുമാനിച്ചു. കൂടെ പോയവർ പറഞ്ഞു, അല്ലാഹുവേ, പാവമാ ചെയ്യല്ലേ. പക്ഷേ ആ ചെറുപ്പക്കാരനൊന്നും കേട്ടില്ലടോ. ആ സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ പെണ്ണ് പറയുകയാ, നിനക്ക് ഞാൻ സമ്മതിച്ചു തരാം, പക്ഷേ നീ യഹൂദ മതത്തിലേക്ക് കടന്നു വരണം, എന്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരാം. ആരെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് യഹൂദ മതം സ്വീകരിക്കുകയാണ്. ആ പെണ്ണുമായി അവിടെ നിന്ന് ആ പെണ്ണുമായി അങ്ങ് കൂടുകയാണ്. ചരിത്രം പറയുകയാ, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു. പടച്ചവനെ, ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ സമൂഹത്തിലെ ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാ നാട്ടിലൂടെ പോകുമ്പോ അവിടെന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വെച്ചാണ് മതം മാറിയത്, ഈ നാട്ടിലാണ് മതം മാറിയിട്ട് പെണ്ണ് കെട്ടിയത്. ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണണമല്ലോ. അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാ. വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവന്റെ ജീവിതം ചോദിച്ചറിയുകയാണ്. അവസാനം ഈ മനുഷ്യൻ ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, നീ ഖുർആൻ പഠിച്ചവനായിരുന്നല്ലോ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? മതം മാറി പെണ്ണ് കെട്ടിയ ഹാഫിളായ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി, എല്ലാം ഞാൻ മറന്നുപോയി, എനിക്കൊരേ ഒരായത്തറിയാ, എനിക്കൊരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ, എല്ലാ ആയത്തും ഞാൻ മറന്നുപോയി, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏതായത്താ ഓർമ്മയുള്ളതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു പോവുകയാ. അതുകൊണ്ട് പെങ്ങള്, നീയൊക്കെ എവിടെ പോയാൽ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു വരും മോളെ. ഇത് സിറാജ് പറഞ്ഞതല്ല, അള്ളയാ പറഞ്ഞത്. നീയൊക്കെ എവിടെ പോയാൽ, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോയാൽ നിന്നെയൊക്കെ ഒരു ദിവസം എന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ കാണിച്ചു തരാ ഞാൻ ആരാണെന്ന്. വമന അളിലമു മിമ്മന ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹ് പറയുകയാ, ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടോ കഠിനമായ ശിക്ഷ, ഏറ്റവും കഠിനമായ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ നിസ്സാരമായി കണ്ട, അതിനെ പരിഗണിക്കാതെ ഇരുന്നോ, അതിനെ നീ അവഗണിച്ച, അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ, അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
എന്റെ പ്രിയപ്പെട്ടവര്, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇനി മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദ. ഒരു കാലത്തും അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കയറൂല. 2, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എവിടെ പോകാനാ, എൻ്റെ അടുത്ത് തന്നെ വരുന്നേ, അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരിരിക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ലടോ, എങ്ങനെയെങ്കിലും എവിടെ നിൽക്കണം. ഈ ഉസ്താദന്മാരെ കാണുമ്പോൾ മുട്ടിടിക്കുക, എന്താണെന്നറിയില്ല. എത്ര വയലോ പറഞ്ഞാലും എത്ര മജ്‌ലിസിൽ പോയാലും ഉസ്താദന്മാരെ കാണുമ്പോൾ ഒരു പേടിയാടോ. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർ മരിച്ചുപോയവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഇപ്പോഴത്തെ ഉസ്താദന്മാരെ പോലൊന്നുമല്ല. നിങ്ങൾ വേണമെങ്കിൽ ഉസ്താദിൻ്റെ കൂടെ നടക്കും. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ, പണ്ടത്തെ ഉസ്താദന്മാരെന്ന് പറഞ്ഞാൽ പേടിയാടോ. എന്തൊക്കെ തല്ലും അടിയൊക്കെ കൊണ്ടിട്ടുണ്ട് അൽഹംദുലില്ലാ. ഉസ്താദന്മാരൊക്കെ ഇന്ന്, ഞാൻ പണ്ട് പത്തനാപുരത്ത് പഠിക്കുമ്പോൾ ബഹുമാനായ നമ്മുടെ വടതല ഉസ്താദിൻ്റെ ശിഷ്യനാണ് എൻ്റെ ഉസ്താദ് അബ്ദുറഹ്മാൻ ഉസ്താദ്. ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് ഞാൻ അടിയൊക്കെ കൊണ്ടു, അടിച്ചിട്ട് പുറമെല്ലാം പൊട്ടിയിട്ട് സങ്കടപ്പെട്ട് വീട്ടിൽ പോയപ്പം ജ്യേഷ്ഠന്മാരും എല്ലാവരും വഴക്ക്, എന്താ ഉസ്താദ് അങ്ങനെ അടിച്ചു ഇങ്ങനെ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പോണ്ടടാന്നൊക്കെ പറഞ്ഞ് എന്നെ പിടിച്ചവിടെ നിർത്തി. അവസാനം എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, ഉസ്താദ് അടിച്ച സ്ഥലം സ്വർഗത്തിലാ പൊക്കോടാൻ, ഉസ്താദ് അടിച്ച സ്ഥലം സ്വർഗത്തിലാ പോടാന്ന് പറഞ്ഞ് തിരിച്ച് പഠിക്കാൻ കൊണ്ടുവിട്ടു. അന്ന് കൊണ്ടുവിട്ടത് കൊണ്ടാണ് അൽഹംദുലില്ലാ രക്ഷപ്പെട്ടത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ട് നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഉസ്താദ് അടിച്ചു എന്ന് പറയാൻ പേടിയാ നമുക്ക്. മദ്രസയിലെ ഉസ്താദ് എന്നെ തല്ലി എന്ന് പറഞ്ഞ് വീട്ടിൽ പോയി പറഞ്ഞാൽ വീട്ടിൽ നിന്നും തല്ലി കിട്ടും. കാരണം എന്താ, നീ ഗുരുത്തക്കേട് കാണിച്ചിട്ടാ തല്ലി എന്ന് അവിടെ നിന്നും തല്ല, അതുകൊണ്ട് മിണ്ടാറില്ല. ഇന്നെങ്ങാണോ ഉസ്താദ് തല്ലി എന്ന് വീട്ടിൽ പോയി പറഞ്ഞാൽ ഉസ്താദിൻ്റെ റൂമിൽ കയറി തല്ലും. അള്ളാഹു കാക്കുമാറാകട്ടെ. കാലഘട്ടം അങ്ങനെ ആയിപ്പോയി, ഇത്രത്തോളം വ്യത്യാസമുണ്ട്. അള്ളാഹു നമ്മുടെ ഉസ്താദന്മാർ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഞാനും ഒരു മുത്തഅല്ലിമ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം, അതാ തിരിഞ്ഞു നോക്കാത്ത. അള്ളാഹു എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനം നീ കൊടുത്താ, ആ ഖുർആനിന് കൊടുക്കേണ്ട സ്ഥാനവും അതിന് കൊടുക്കേണ്ട മഹത്വവും നീ കൊടുത്താൽ, പടച്ചവനെ നിന്റെ ഹൃദയത്തിനകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കയറുകയാണ്, ഹിദായത്തിന്റെ വെളിച്ചം കയറുകയാണ്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്നാമത്തെ ആയത്തതാ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ പരിഗണിക്കേണ്ട രീതിയിൽ പരിഗണിച്ചാ അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും. അല്ലാതെ നീ അതിനെ പരിഗണിക്കാതെ വന്നാ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. ഒന്നാമത്തെ ശിക്ഷ ഇതാണ്, ഒന്നാമത്തെ ശിക്ഷ ഇതാണ്. ഇനി രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഊതിയിട്ട് ഉസ്താദന്മാരർത്ഥം പറഞ്ഞു തരുമല്ലോ. മക്കളെ നന്നാകണേ, നിസ്കരിക്കണേ, നോമ്പ് പിടിക്കണേ, ശരീരം മറക്കണേ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ എന്ന് അള്ളാഹുവേ ഇന്നത്തെ സമൂഹത്തോട് ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കുമ്പോ, എടാ 5 നേരം അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ, ഹയ്യാലൽ ഫലാ, അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കാൻ പോകു. പെണ്ണുങ്ങളോട് പറയുന്ന, പെങ്ങളെ തലമറയ്ക്കണ്, ഒരു മുടി പോലും പുറത്ത് കാണിക്കരുത് എന്ന് ഉസ്താദന്മാര് പടച്ചവനെ നരകവും അതാ മരണവുമൊക്കെ പറഞ്ഞു തരുമ്പോ ഇന്നത്തെ യുവതലമുറ ചോദിക്കുന്ന ചോദ്യം എന്തെന്നറിയോ? ഉസ്താദേ, ഇതൊക്കെ വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്തവരോട് പോയി പറയൂ, അല്ലാതെ ഞങ്ങളെപ്പോലെ കഴിവുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഈ കെട്ടുകഥകൾ പറഞ്ഞിട്ട് കാര്യമില്ല.
കളിയാക്കുകയാ, പരിഹസിക്കുകയാ. മോനെ, അല്ലാഹു നരകത്തെ പടച്ചു വെച്ചിട്ടുണ്ട് എന്ന് ഉസ്താദന്മാര് പറഞ്ഞു കൊടുക്കുമ്പോ ഇന്നത്തെ ചെറുപ്പക്കാർ ചോദിക്കുന്നത്, ഉസ്താദേ നരകമിരിക്കുന്നത് എവിടെയാണ്? ആകാശത്തിലാണോ അതോ ഭൂമിയുടെ അടിയിലാണോ? കൊട്ടാരത്തിന്റെ അകത്താണോ കടലിനടിത്തട്ടിലാണോ? എവിടെയാണ് നരകം വെച്ചിരിക്കുന്നത് എന്ന് കളിയാക്കുന്ന യുവത്വമേ, ഞങ്ങൾ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഞങ്ങൾ ഖുർആനിന്റെ ആയത്തുകൾ നിനക്ക് വിവരിച്ചു തന്നിട്ട് മനസ്സിലാകുന്നില്ലേ? എങ്കിലെന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നരകം കണ്ടാ വിശ്വസിക്കുമോ മോനെ? ഞങ്ങൾ നരകത്തെക്കുറിച്ച്, നരകത്തിന്റെ ശിക്ഷയെക്കുറിച്ച്, നരകത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആ ഭയാനകമായ ശിക്ഷകളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു തരുമ്പോ നിനക്കൊക്കെ വിശ്വാസം വരുന്നില്ല. ഇതൊക്കെ വെറുതെയാണെന്ന് പറയുന്നവര് നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ പൊന്നുമോന്? എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, നീ കാണുന്ന ഒരു സമയമുണ്ടടാ ചെറുപ്പക്കാരാ, പടച്ചവനെ ബമ്പായം പള്ളിയുടെ പള്ളിപ്പറമ്പിൽ നിന്ന് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് ൂതുമ്പോ ആ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, അല്ലാഹുവേ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാ, പേടിച്ചു വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ച് നടന്നു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. പടച്ചവനെ, ഇന്ന് ഇവിടെ വന്നിരുന്നിട്ട് ചൂട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. പെങ്ങളെ ഇട്ടിരിക്കുന്ന ഫർദയ്ക്കകത്തുകൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ നീ വല്ലാതെ പ്രയാസപ്പെടുന്നല്ലോ. പെങ്ങളെ, സൂര്യൻ നിൽക്കുന്നത് എവിടെയാണെന്നറിയോ? നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിന്നിരുന്നത്. ആ സൂര്യനെ സ്തമിച്ച് 10 മണി അടുക്കുന്നു. നിനക്ക് ഇപ്പോഴും ചൂടെടുക്കുകയാണ്. വാപ്പാ വിയർക്കുകയാണ്, വാപ്പാ വിയർക്കുകയാണ്. പ്രയാസപ്പെടുന്ന ചെറുപ്പക്കാരാ, എടാ ഇതൊന്നും ഒരു ചൂടല്ലടാ പൊന്നുമോനെ. എന്റെ ഉപ്പമാരെ, എന്റെ ഉമ്മമാര്, ഇതൊന്നും ഒരു ചൂടോ ഒരു വിയർപ്പോ അല്ല. അതൊക്കെ എവിടെയാണെന്നറിയോ? ചൂടെവിടെയാണെന്നറിയോ? ചൂടെവിടെയാണെന്നറിയോ? ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയുമായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈളാ. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. പഴയ വീട് കെട്ടുന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? ആ ഇഷ്ടിക എങ്ങനെയാണ് ചുമന്ന നിറമായതെന്ന് നിനക്കറിയുവോ? അത് അടുക്കി വെച്ച് പച്ചവിറകിട്ട് കത്തിക്കുന്ന ചൂളയുടെ പരിസരത്ത് പോയിട്ടുണ്ടോ? വല്ലാത്ത പ്രയാസമല്ലേ ചെറുപ്പക്കാരാ? ഉമ്മമാരെ, അതിന്റെ പരിസരത്ത് പോലും പോകാൻ കഴിയാത്ത രീതിയിലുള്ള ചൂടാണ്. നീ കാളവണ്ടി കണ്ടിട്ടുണ്ടോ മോനെ? അതാ വെമ്പായത്തിലൂടെ പണ്ട് കാളവണ്ടി ഇങ്ങനെ ചുമട് വലിച്ചു കൊണ്ട് പോകുമല്ലോ. സീനിച്ചട്ട് വായിലൂടെ പതയും നുരയും ഒഴുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എന്നാ നാളെ പടച്ചറപ്പിന്റെ കോടതിയിൽ വെച്ച് നിനക്ക് കാണാം, മനുഷ്യന്റെ വായിലൂടെ പതയും നുരയും ഇങ്ങനെ ഒഴുകുകയാ. പെങ്ങളെ, അടുക്കളയിൽ കടന്ന് കഷ്ടപ്പെടുന്നവളല്ലേ, ചോറ് വെക്കുന്നവളല്ലേ, കലത്തിനകത്ത് കിടന്നിട്ട് ചോറ് തിളച്ച് മറിയാറുണ്ടല്ലോ. ആ കലത്തിന്റെ മുകളിലൂടെ ആ ചോറിങ്ങനെ പുറത്തേക്ക് വരാറുണ്ടല്ലോ. ഇതുപോലെ നാളെ പടച്ചറപ്പിന്റെ കോടതിയില് നിന്റെയൊക്കെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് ഒഴുകുന്ന ദിവസമാണ് മസറാ. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, നിന്റെ തലയുടെ ഒരു ചാണ് മുകളിലേക്ക് അല്ലാഹു ഇറക്കുന്ന ഒരു ദിവസമുണ്ടടാ ചെറുപ്പക്കാരാ. അന്ന് ഉടുതുണിയില്ലാതെ പേടിച്ചു വരച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ അതാ മഹാനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ, ആ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ,
നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്തു ചെല്ലുകയാ. മാലിക്കേ, നരകത്തെ കൊണ്ടുവാ മാലിക്, നരകത്തെ കൊണ്ടുവാ മാലിക്. എങ്ങനെയാണ് ജിബ്രീൽ, ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാണ്? എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല ജിബ്രീൽ. മനുഷ്യനിത് താങ്ങാൻ കഴിയില്ല ജിബ്രീൽ. അല്ലാഹുവേ മാലികേ, അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലിക്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, തന്റെ അനുയായികളെ വിളിക്കുകയാണ്, ചങ്ങലയെടുത്തുകൊണ്ടുവാ, ചങ്ങലയെടുത്തുകൊണ്ടുവാ. പടച്ചവനെ 70,000 ചങ്ങലകൾ കൊണ്ടുവന്നിട്ട് നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാ. ചങ്ങല കണ്ടിട്ടുണ്ടോ ചെറുപ്പക്കാരാ? കൊളുത്തുകൾ കൊണ്ടുണ്ടാക്കിയ ചങ്ങല കണ്ടിട്ടില്ലേ? ആ ചങ്ങലയുടെ കൊളുത്തുകൾ കണ്ടിട്ടില്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ ഭയാനകമായ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആ ചങ്ങലയുടെ വലുപ്പമല്ല, ആ ചങ്ങല കൊണ്ട്, ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം അറിയുമോ? ആനയെ കെട്ടുന്ന ചങ്ങല കൊളുത്തുകൾ ചേർത്ത് വെച്ചിട്ടല്ലേ, ആ ഒരു കൊളുത്തിന്റെ വലുപ്പം നിനക്കറിയോ? നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിനെക്കാളും വലിപ്പമുണ്ട്. ആ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ഒരു കൊളുത്തിന് ഇതുപോലെയുള്ള കൊളുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിയ 70,000 ചങ്ങലകൾ കൊണ്ടുവന്ന് നരകത്തെ കെട്ടുകയാണ്. എന്നിട്ട് ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ പിടിക്കുകയാ. സിനിമാ കഥയല്ല പറയുന്നത്, ബാഹുബലിയുടെ കഥയൊന്നുമല്ലടാ മോനെ. 70,000 മലക്കുകള് ഒരു ചങ്ങലയിൽ പിടിച്ചിട്ട് അല്ലാഹുവേ തലതാട്ടി പിടിച്ച് കരഞ്ഞുകൊണ്ട് ആ നരകത്തെ കൊണ്ടുവരികയാ. ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ എവിടെയാ ഉസ്താദ് എന്ന് ചോദിച്ചവന്, നീ അല്ലാഹുവോട് പറയുമടാ മോനെ, നീ അല്ലാഹുവോട് കരയും പെങ്ങള്. റബ്ബനാ അബ്സ്വറിനാ വസമിഅനാ ഫർജിഅനാ. റബ്ബനാ, എന്റെ രക്ഷിതാവായ അല്ലാഹ്, കണ്ടുപടച്ചവന് ഉസ്താദന്മാര് പറഞ്ഞു തന്നോ ആ നരകം കണ്ടുപടച്ചവന്, നരകത്തിന്റെ വലിപ്പം കണ്ട് പടച്ചവന്, നരകത്തിന്റെ തീ കണ്ട് പടച്ചവന്. അബ്സ്വറിനാ വസമിഅനാ, കേട്ടു റബ്ബേ ആ നരകം കടന്ന് അട്ടഹസിക്കുന്നത്, ആ നരകം കടന്ന് വിളിക്കുന്നത് എന്റെ ചെവി കൊണ്ട് കേൾക്കുന്നു. അല്ലാഹ് ഫർജിഅനാ, യാചിക്കുമടാ ചെറുപ്പക്കാരോ, പെങ്ങളെ യാചിക്കും പൊന്നുമോള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉസ്താദന്മാര് നിസ്കരിക്കാൻ പറയുമ്പോ അല്ലാഹനെ ഭയന്നുകൊണ്ട് ജീവിക്കു പെങ്ങള്. നീ അതാ തലമറയ്ക്കണ്, നീ ഔറത്ത് മറയ്ക്കണ്, നീ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കണ്. ഇതൊക്കെ ഉസ്താദന്മാര് ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറഞ്ഞു തരുമ്പോ, ഉസ്താദേ നിങ്ങളൊക്കെ എത്ര വാഴ്ന്നു പറഞ്ഞാലും ഞങ്ങൾ മാറൂല, നിങ്ങൾ എത്ര വാഴ്ന്നു പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെ ഉസ്താദേ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയാ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ വിശുദ്ധമായ ഖുർആനിന് പരിഗണന കൊടുക്കാതെ വരുമ്പോ അള്ളാഹ് കൊടുക്കുന്ന രണ്ടാമത്തെ ശിക്ഷ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിബൂൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ ഓതിയിട്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമ്പോ നിങ്ങൾ ഇങ്ങടെ പണി നോക്കൂ ഉസ്താദന്മാരെ, നിങ്ങൾ ഇങ്ങനെ എത്ര പറഞ്ഞാലും ഞങ്ങൾ മാറൂല, ജീവിതം ആസ്വദിക്കാനുള്ളതാ. നിങ്ങൾ പറയണ പോലൊക്കെ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയണ പോലൊക്കെ ജീവിക്കാം, അവരുടെ കാട്ടിലും പോണ ജീവിക്കണം. ഞങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞ് നടക്കുന്ന സഹോദരങ്ങൾ, നിസ്കരിക്ക്. അല്ലാടെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചു, 5 നേരം പോയി നിസ്കരിക്ക്. എടാ ബാങ്ക് വിളിക്കുന്നടാ. കവലയിലും റോഡിന്റെ സൈഡിലും കലങ്ങലി ഇരിക്കുന്ന കുട്ടികളോട് പറയുന്നു, മക്കളെ ബാങ്ക് വിളിക്കുന്നടാ. എടാ മുഅദ്ദിന് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കണ ബാങ്ക് വിളിക്കാൻ, അയാളെ പണിയുന്നതിന് ഞാൻ എന്നെ ചെയ്യാനാ?
ഇന്നത്തെ കുട്ടികളുടെ നിലപാടെങ്ങനെ? നിസ്കാരം നടക്കുന്നു, ഉസ്താദിന്റെ പണി ചെയ്യുന്നു, അനി ഞാനിപ്പോൾ എന്ത് ചെയ്യണം? അത് പ്രായമുള്ളവർക്കാണെന്നുള്ളൊരു ധാരണ. പെണ്ണുങ്ങളോട് പറയുക നിങ്ങൾ തലമറക്കണം. എന്ത് തലമറക്കാൻ പടച്ചവനെ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വയലിന് വരുമ്പോഴെങ്കിലും തലമറക്കുന്നുണ്ട്, അതാ ഏറ്റവും വലിയ സന്തോഷം. മറ്റുള്ളവർക്ക് ദൈവവിശ്വാസമെങ്കിലും ഉണ്ടോ ചില കാര്യങ്ങളൊക്കെ പറയാൻ? ഇവിടെ വെള്ളിയാഴ്ച ദിവസം, നാളെ വെള്ളിയാഴ്ചയാ, വെള്ളിയാഴ്ച ദിവസവും 12:30 കഴിഞ്ഞോ 12:45 പടച്ചവനെ ഇമാമ് ഖുത്ബ ഓതാൻ തുടങ്ങി. അപ്പോഴും വെമ്പായം ടൗണിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക. അയൽവാസി ചോദിക്കുന്നു വെള്ളിയാഴ്ചയല്ലേ പള്ളിയിൽ പോകുന്നില്ലേ എന്ന്, ഇച്ചിരി കൂടെ കഴിയട്ടെന്ന്. നമ്മുടെ അവസ്ഥ ആലോചിച്ച് നോക്കേണ്ടത് അവിടെയാണ്. നമുക്ക് അള്ളാനൊന്നും പേടിയില്ല, നമുക്ക് അള്ളാനെ വല്ല പേടിയുണ്ട ചങ്ങായിമാർ. അള്ളാനെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നന്മയും ചെയ്യും തിന്മയും ചെയ്യും, ഒരേ ത്രാസ രണ്ടിനും. ഒരു പേടിയില്ലടോ അള്ളാനൊന്നും, ആർക്കും അള്ളാനെ പേടിയില്ല. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഒന്ന് മനസ്സിലാക്കുന്ന ഉദാഹരണം ഞാൻ ചോദിച്ചാൽ, ഒരു 15 വർഷം മുമ്പ് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരാളും പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിക്കാറില്ല. ഒരു 10-15 വർഷം മുമ്പ് പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന ഒരാളും കള്ളു കുടിക്കാറില്ല. കള്ളു കുടിക്കുന്ന ഒരുത്തനും നിസ്കരിക്കാൻ പള്ളിയിലും വരത്തില്ല. കള്ളു കുടിക്കുന്നവൻ പള്ളി വരൂല, പള്ളി വരുന്നവൻ കള്ളു കുടിക്കൂല. വ്യഭിചരിക്കുന്നവൻ പള്ളി വരൂല, പള്ളിയിൽ വരുന്നവൻ വ്യഭിചരിക്കൂല. പലിശ കച്ചവടം നടത്തുന്നവൻ പള്ളി വരൂല, പള്ളിയിൽ വരുന്നവൻ പലിശ കച്ചവടം നടത്തൂല. ഇത് പണ്ട്. നാളെ വെള്ളിയാഴ്ച പള്ളി നോക്കിക്കേ, കള്ളുകുടിയാൻ പള്ളിക്കകത്തിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഇപ്പൊ പള്ളിക്കകത്ത് പോയി നോക്കിക്കേ, കള്ളു കുടിക്കുന്നവനും പള്ളിയിൽ വരും, കള്ളു കുടിക്കുന്നവനും കഞ്ചാവടിക്കുന്നവനും പള്ളിയിൽ വരും. അവൻ നിസ്കരിക്കുകയും ചെയ്യും, കള്ളു കുടിക്കുകയും ചെയ്യും. വ്യഭിചരിക്കുന്നവൻ പണ്ട് പള്ളി കയറൂല, ഇപ്പൊ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തിയിരിക്കുന്നു? പള്ളി പരിപാലിക്കുന്നവന്റെ ക്വാളിറ്റി എടുത്ത് നോക്കുമ്പോൾ പല കേസിലെയും പ്രതികളാ പള്ളി പരിപാലിക്കാൻ തന്നെ ഇരിക്കുന്നത്. ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഉദാഹരണം പറഞ്ഞതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലിശ കച്ചവടം നടത്തുന്നവൻ ഒന്നാമത്തെ സപ്പിലുണ്ടാകുന്ന കാലം എവിടെ എത്തി നിൽക്കുന്നു? ഭയവും പേടിയൊന്നും ഇല്ലടോ ആർക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മനുഷ്യന്റെ കാര്യം എങ്ങനെ? പള്ളിയിൽ ഉസ്താദ് ദുആ ചെയ്യാറുണ്ട്. ഓരോ വഖത്ത് നിസ്കാരം കഴിയുമ്പോഴും ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, അല്ല ഞാനിത് ആർക്കാ ചെയ്യണേന്ന്. കാരണം ആമീൻ പറയുന്ന ശബ്ദമൊന്നും പള്ളിക്കകത്ത് കേൾക്കാറില്ല. എല്ലാം സദ്യ ഉണ്ടായിരിക്കണ പോലെ ഇരിക്കുകയല്ലേ. ആരാമീൻ? ഉസ്താദ് എന്നെ ചിന്തിക്കുക, ആർക്കാ അല്ലാ ദുആ ചെയ്യണേ? ഞാൻ സ്ഥലം പറയുന്നില്ല. ഞാനൊരു മരിച്ച വീട്ടിൽ പോയി, ഒരു പള്ളി ജോലി ചെയ്യുമ്പോൾ ഒരു മരണ വീട്ടിൽ പോയി. മരിച്ച് 3 7 കണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി. അപ്പോൾ പറഞ്ഞു, ഞാനും ഉണ്ട്, എൻ്റെ കൂടെ ഒരു ഉസ്താദ് ഉണ്ട്, ഒരു ചെറുപ്പക്കാരൻ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ വീട്ടിൽ പോയപ്പോൾ യാസീൻ ഓതി ദ്വാ ചെയ്യണം. യാസീനൊക്കെ ഓതി ദ്വാ ചെയ്യാൻ സമയമായപ്പോൾ എൻ്റെ കൂടെ വന്ന ഉസ്താദ് പറഞ്ഞു, കാക്ക ദ്വാ ചെയ്യാൻ പോന്നു വരാൻ. ചെയ്ത ഉസ്താദ് 1 വട്ടം വിളിച്ചു, 2 വട്ടം വിളിച്ചു, 3 വട്ടം വിളിച്ചിട്ട് ആ വീട്ടുകാരായും വരുന്നില്ല. എല്ലാം ബിരിയാണി വിളമ്പുന്ന തിരക്കില്ല. ഒരു യാസീൻ ഓതിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുക. ഞാൻ ചിന്തിച്ചു, അല്ലാ ഇപ്പം ഇനി എന്താ ചെയ്യുക? എന്തായാലും യാസീൻ ഓതി. അള്ളാഹുവേ, ഈ ഓതിയ യാസീനിൻ്റെ പ്രതിഫലം എൻ്റെ വാപ്പാടെ ഖബറിലേക്ക് കൊടുത്തേക്കണം അള്ളാന്ന് ഞാൻ ദുആ ചെയ്തു. കാരണം വീട്ടുകാർക്കാർക്കും വേണ്ട, ചിരിക്കാൻ പറഞ്ഞല്ല, നടന്ന സംഭവം. ഇതുപോലെ പള്ളിയിലെ ഖത്തീബിന്റെ അവസ്ഥയും നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുക. ആര് ആമീൻ പറയുന്ന ശബ്ദം അപ്പോഴാ നോക്കുമ്പോൾ ഒരു ആമീൻ കേൾക്കുന്നുണ്ടോ പള്ളിക്കകത്ത്. ഈ നല്ല ഉണക്ക് കാലത്ത് മഴ പെയ്തതുപോലെ ഉസ്താദിന് സന്തോഷമായി. ആരാ അല്ല ഈ ആമീൻ പറയും? അപ്പൊ ഒരാൾ പള്ളിക്കകത്തിരുന്നിട്ട് ആമീൻ ആമീൻ ആമീൻ, ഉസ്താദിന് വലിയ സന്തോഷം. ഉസ്താദ് അങ്ങോട്ട് ദുആ കൂട്ടി. അപ്പൊ ഇങ്ങനെ ആമീൻ ഇങ്ങനെ കൂടുന്നുണ്ട്. അല്ലാ നീ നരകത്തീന്ന് കാക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചങ്ങാതി ആമീൻ 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 ഇങ്ങനെ ശബ്ദത്തിൽ പറയുന്നുണ്ട്. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കുന്നുണ്ട്, ആരാ അല്ലാ ഈ ആമീൻ പറയണേ? ഉസ്താദ് ഇവനെ നല്ലതുപോലെ ഒന്ന് നോക്കി. ഒന്നാമത്തെ സഫിൽ ഉസ്താദിന്റെ തൊട്ടു പുറകിൽ മുഅദ്ദിനിന്റെ ചാരത്ത് വന്നിരുന്ന ആമീൻ പറയണ ഈ ചങ്ങാതിയെ നോക്കിയപ്പോ 2 കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഓനിങ്ങനെ ആമീൻ പറയുമ്പോൾ ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോൾ അവന്റെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നുണ്ട്. നാളെയാണ് ശനിയാഴ്ച ബമ്പർ, ഓണ ബമ്പർ പോക്കറ്റിനകത്ത് വെച്ചിട്ടാണ് ഇവൻ ആമീൻ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതും പോക്കറ്റിൽ വെച്ചുകൊണ്ട് പള്ളിക്കകത്ത് വരുന്ന കാലം. ഇങ്ങനെ പേടിയില്ലടോ ആർക്കും. അള്ളാനൊന്നും ആർക്കും പേടിയില്ല. നരകവും മരണവും ഖബറൊക്കെ ഉണ്ട് ഉസ്താദ്. അതൊക്കെ വരുമ്പോൾ കാണാം, വരുന്ന വഴി വെച്ച് കാണാം. ജീവിതം ഇങ്ങനെ ആസ്വദിക്ക്. നിങ്ങളൊക്കെ എത്ര വഴുത് പറഞ്ഞാലും ഞങ്ങൾ മാറൂല. ഞങ്ങൾ ഇങ്ങനെ നടക്കൂ. ഞങ്ങൾക്ക് തോന്നുന്നത് പോലെ നമ്മൾ ജീവിക്കൂ. ജീവിതം ആസ്വദിക്കാനുള്ളതാ, ജീവിതം സുഖിക്കാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യ
എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്തു വേണമെങ്കിലും തിന്നോ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിച്ചോ, എല്ലാ നിയമങ്ങളും നിനക്ക് അനുകൂലമാ പെങ്ങള്. പറയുന്നവനെ പരിഹസിക്കുകയാ, പറയുന്നവനെ വേദനിപ്പിക്കുകയാ. എങ്ങനെ വേണമെങ്കിലും നടന്നോ പെങ്ങളെ. വലാ തഖ്റബുസ്സിന ഇന്നഹു കാന ഫാഹിഷ. കൂടെ പഠിക്കുന്നവന്റെ കൂടെ നടക്കല്ലേ, തൊടല്ലേ, പിടിക്കല്ലേ, ശരീരത്ത് തൊടല്ലേ, അത് വ്യഭിചാരമാ, അത് വ്യഭിചാരമാ, പാപവാ. എന്തു പറഞ്ഞാലും മാറ്റമില്ല പെങ്ങള്. ഉസ്താദേ പറയുന്നവനെ പരിഹസിക്കുകയാ, പറയുന്നവന് അതാ കളിയാക്കുകയാ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എന്റെ പെങ്ങളോട് പറയുകയാ, മോളെ എങ്ങനെ വേണമെങ്കിലും നീ ജീവിച്ചോ, അല്ലാഹനെ മറന്നുകൊണ്ട് നടന്നോ. എത്ര വഅദ് പറഞ്ഞാലും മാറില്ലെന്ന് പറഞ്ഞു നിനക്കൊക്കെ തോന്നുന്നത് പോലെ ജീവിക്കണമെങ്കിൽ ജീവിച്ചോ. പക്ഷേ ഖുർആനിലെ ഒന്നാമത്തെ ആയത്ത് നിനക്കറിയുമോ? ഇഖ്റഉ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഈ ആയത്ത് നീ പഠിച്ചവളാണല്ലോ. എന്നാ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതാ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്തേതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹ് ചോദിക്കുകയാ, എവിടെ പോകാനാ പെങ്ങള്? നീയൊക്കെ എവിടെ പോകാനാ ചെറുപ്പക്കാരാ? ഓം തോടിയാ എവിടെ വരെ പോകുമടാ? നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട് മോനെ, നിന്റെ ഓട്ടത്തിനൊരു പരിധിയുണ്ട്. നീ ഒരു ദിവസം വീഴുമടാ. ഉപ്പമാരെ, ഉമ്മമാരെ, ഒരു ദിവസം നിങ്ങൾ വീഴും. ആകാശ ലോകത്ത് നിന്ന് ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് തന്റെ അനുയായികളുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. കല്ലാ ഇദാ ബലഗതി ത്വറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المصاق. അല്ലാഹുവിന്റെ മലക്കുകൾ പറയുകയാ, കൊണ്ടുപോകാമെന്നതാ. ആരെ വേണമെങ്കിലും വിളിക്ക്, എന്ത് വഴി വേണമെങ്കിലും നീ തേടിക്കോ എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന ഒരു ദിവസം വരാനുണ്ട്. നിങ്ങൾ ചരിത്രമെടുത്ത് വായിച്ചു നോക്കടോ. പടച്ചവനെ, അതാ യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം കടന്നു പോവുകയാണ്. യുദ്ധത്തിന് വേണ്ടി ഒരു സമൂഹം കടന്നു പോവുകയാണ്. പടച്ചവനെ, യുദ്ധത്തിനൊരു നാട്ടിലൂടെ കടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ, ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുകയാ. പെങ്ങളെ, നിനക്കൊക്കെ പഠിക്കാനുള്ള ചരിത്രമാണ്. അതാ തുലിവെളുത്ത ഒരുത്തനെ കാണുമ്പോ അള്ളാന്റെ ദീന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന പെൺകുട്ടികളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തുന്ന പെണ്ണുങ്ങള്, ആ പെൺകുട്ടികളെ വളച്ചിട്ട് വിളിച്ചിറക്കി കൊണ്ടുവരുന്ന ചെറുപ്പക്കാരാ, പാടാ മോനെ, പഠിക്കാനൊരു ചരിത്രം പറഞ്ഞു തരാം. പടച്ചവനെ, യുദ്ധത്തിന് കടന്നു പോകുന്ന വഴിയിലാണ് അതാ ഒരു സുന്ദരിയായ പെണ്ണിനെ കണ്ടപ്പോ ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നുകയാ. ഒരു ചെറുപ്പക്കാരന് വല്ലാത്ത ആഗ്രഹം തോന്നി. പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ തന്റെ ആഗ്രഹം ആ പെണ്ണിനോട് പറയാൻ തീരുമാനിച്ചു. കൂടെ പോയവർ പറഞ്ഞു, അല്ലാഹുവേ, പാപമാ ചെയ്യല്ലേ. പക്ഷേ ആ ചെറുപ്പക്കാരനൊന്നും കേട്ടില്ലടോ. ആ സുന്ദരിയായ പെണ്ണിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണമെന്ന് പറയുമ്പോ ആ പെണ്ണ് പറയുകയാ, നിനക്ക് ഞാൻ സമ്മതിച്ചു തരാം, പക്ഷേ നീ
യഹൂദ മതത്തിലേക്ക് കടന്നു വരണം, എൻ്റെ മതത്തിലേക്ക് കടന്നു വന്നാൽ ഞാൻ നിന്റെ ആഗ്രഹങ്ങൾ മുഴുവനും സാധിപ്പിച്ചു തരാം. ആരെന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് യഹൂദ മതം സ്വീകരിക്കുകയാണ്. ആ പെണ്ണുമായി അവിടെ നിന്ന് ആ പെണ്ണുമായി അങ്ങ് കൂടുകയാണ്. ചരിത്രം പറയുകയാ, ആ യുദ്ധം പോലും പരാജയപ്പെട്ടു. ആ യുദ്ധം പോലും പരാജയപ്പെട്ടു. പടച്ചവനെ, ഒരുപാട് നാളുകൾ കഴിഞ്ഞു. അന്ന് യുദ്ധത്തിന് പോയ സമൂഹത്തിലെ ഒരു മനുഷ്യനുണ്ടല്ലോ, ആരാ നാട്ടിലൂടെ പോകുമ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാ, പണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വെച്ചാണ് മതം മാറിയത്, ഈ നാട്ടിലാണ് മതം മാറിയിട്ട് പെണ്ണ് കെട്ടിയത്. ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണണമല്ലോ. അങ്ങനെ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയാ. വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടപ്പോ അവന്റെ ജീവിതം ചോദിച്ചറിയുകയാണ്. അവസാനം ഈ മനുഷ്യൻ ചോദിച്ചു, ചെറുപ്പക്കാരാ, നീ അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച ഹാഫിളായിരുന്നല്ലോ, നീ ഖുർആൻ പഠിച്ചവനായിരുന്നല്ലോ, നീ ഒരു ഹാഫിളായിരുന്നല്ലോ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? മതം മാറി പെണ്ണുകെട്ടിയ ഹാഫിളായ മനുഷ്യനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആനിലെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓർമ്മയുണ്ടോ? 114 സൂറത്തുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മയുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എല്ലാം ഞാൻ മറന്നുപോയി, എല്ലാം ഞാൻ മറന്നുപോയി. എനിക്കൊരേ ഒരായത്തറിയാ, എനിക്കൊരേ ഒരായത്ത് മാത്രമേ ഓർമ്മയുള്ളൂ. എല്ലാ ആയത്തും ഞാൻ മറന്നുപോയി, ഒരേ ഒരായത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഏതായത്താ ഓർമ്മയുള്ളതെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു പോവുകയാ. അതുകൊണ്ട് പെങ്ങള്, നീയൊക്കെ എവിടെ പോയാൽ അവസാനം എൻ്റെ മുമ്പിൽ തന്നെ തിരിച്ചു വരും മോളെ. ഇത് സിറാജ് പറഞ്ഞതല്ല, അള്ളയാ പറഞ്ഞത്. നീയൊക്കെ എവിടെ പോയാൽ, ഏത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോയാൽ നിന്നെയൊക്കെ ഒരു ദിവസം എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഞാൻ കാണിച്ചു തരാ ഞാൻ ആരാണെന്ന്. വമന അളിലമു മിമ്മന ദുക്കിറ ബിആയാതി റബ്ബി സുമ്മ അറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. അല്ലാഹ് പറയുകയാ, ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടോ കഠിനമായ ശിക്ഷ, ഏറ്റവും കഠിനമായ ശിക്ഷ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം കേട്ടിട്ട് അതിനെ നിസ്സാരമായി കണ്ട, അതിനെ പരിഗണിക്കാതെ ഇരുന്നോ, അതിനെ നീ അവഗണിച്ച, അല്ലാഹു തരുന്ന രണ്ടാമത്തെ ശിക്ഷ, അല്ലാഹു കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവര്, മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഇനി മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയോ? വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ വൻഖാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസർതനി അഅമാ വഖദ് കുൻതു ബസീറാ ഖാല കദാലിക അതതുക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഒന്നാമത്തെ ശിക്ഷ, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലയഹ്തദു ഇദൻ അബദ. ഒരു കാലത്തും അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം കയറൂല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 2, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എങ്ങനെ വേണമെങ്കിലും നടന്നോ, എവിടെ പോകാനാ, എൻ്റെ അടുത്ത് തന്നെ വരുന്നേ, അന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ.